നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. രാജ്യത്തെ കച്ചവട സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് ഹെൽത്ത് കാർഡ് ഇല്ലെങ്കിൽ ഇനി 2000 റിയാൽ പിഴ ചുമത്തുമെന്ന് സൗദി നഗര ഗ്രാമകാര്യ ഭവന മന്ത്രാലയം അറിയിച്ചു. ഹെൽത്ത് കാർഡിനെ ബദരിയ കാർഡ് എന്നും അറിയപ്പെടുന്നുണ്ട്. മെഡിക്കൽ ലാബ് പരിശോധനയ്ക്ക് ശേഷമാണ് ഈ കാർഡ് തൊഴിലാളികൾക്ക് നൽകുന്നത്. നഗരസഭയാണ് കാർഡുകളുടെ വിതരണം നടത്തുന്നത്. രാജ്യത്തെ കച്ചവട സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ ആരോഗ്യസ്ഥിതി പരിശോധിച്ച് കുഴപ്പമില്ലെന്നും ജോലി ചെയ്യാൻ അവർ യോഗ്യരാണെന്നും തെളിയിക്കുന്ന കാർഡാണ് ഹെൽത്ത് കാർഡ്. ഭക്ഷണ സാധനങ്ങൾ വിൽക്കുന്ന കടയിലെ ജോലിക്കാർ, കഫേകൾ, റെസ്റ്റോറന്റ് എന്നിവിടങ്ങളിലെ ജീവനക്കാർ, പാചകക്കാർ, ഗാർഹിക തൊഴിലാളികൾ, ബാർബർ ഷോപ്പിൽ ജോലി ചെയ്യുന്നവർ തുടങ്ങി പൊതുജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുന്ന എല്ലാ തൊഴിലാളികൾക്കും ഹെൽത്ത് കാർഡ് നിർബന്ധമാണ്. ഇത്തരം കാർഡ് കൈവശമില്ലാതെ ജോലിയിൽ തുടർന്ന സ്ഥാപന ഉടമയ്ക്കെതിരെയാണ് പിഴ ചുമത്തുക. ഒരു തൊഴിലാളിക്ക് 2000 റിയാൽ എന്ന നിരക്കിലായിരിക്കും പിഴ ചുമത്തുന്നത്. അടുത്ത ശനിയാഴ്ച മുതൽ നിയമം പ്രാബല്യത്തിൽ വരും. അതേസമയം സൗദിയിൽ തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ടുള്ള തൊഴിൽ പരിഷ്കരണങ്ങൾ ശക്തമായി നടപ്പാക്കാനും അധികൃതർ ഒരുങ്ങുകയാണ്. കൃത്യമായ തൊഴിൽ കരാറുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ തൊഴിലാളികളെ നിയമിക്കാവൂ എന്ന നിയമം നടപ്പിലാക്കിയതിന് പിന്നാലെ അവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നതിനും കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് മനുഷ്യവിഭവ സാമൂഹ്യ വികസന മന്ത്രാലയം തൊഴിലുടമകൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. രാജ്യത്തെ തൊഴിൽ അച്ചടക്ക നിയമത്തിന്റെ ഭാഗമായുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ പ്രകാരം ഒരു തൊഴിലാളിക്കെതിരെ അച്ചടക്ക നടപടിയുടെ ഭാഗമായി പിരിച്ചുവിടൽ നടപടി സ്വീകരിക്കുന്നതിന് മുൻപായി കൃത്യമായ നിയമങ്ങൾ പാലിച്ചിരിക്കണമെന്ന് വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. തൊഴിലാളികൾക്കെതിരായ പരാതി പരിഗണിച്ച് നടപടിയെടുക്കുവാൻ ഒരു പ്രത്യേക അന്വേഷണ സമിതി രൂപീകരിക്കണമെന്നതാണ് നിർദ്ദേശങ്ങളിലൊന്ന്. ചെയർമാൻ ഉൾപ്പെടെ 4 അംഗ കമ്മിറ്റിയാണ് ഇതിനായി രൂപീകരിക്കേണ്ടത്. അതിലൊരാൾ മനുഷ്യവിഭവ സാമൂഹിക വികസന മന്ത്രാലയത്തിൽ നിന്നുള്ള പ്രതിനിധിയായിരിക്കണം. ജീവനക്കാരനെതിരായ ആരോപണങ്ങളും അച്ചടക്ക നടപടികളും ചർച്ച ചെയ്യുകയാണ് ഈ കമ്മിറ്റിയുടെ ചുമതല. കമ്മിറ്റിക്ക് നേരിട്ടോ ഓൺലൈനായോ യോഗം ചേർന്ന് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാം. യോഗം ചേരുന്നതിന് മുൻപായി തനിക്കെതിരായ ആരോപണങ്ങളെക്കുറിച്ച് കൃത്യമായ അറിയിപ്പ് തൊഴിലാളിക്ക് ലഭ്യമായിരിക്കണം. ഇതേക്കുറിച്ച് തൊഴിലാളിക്ക് പറയാനുള്ള കാര്യങ്ങൾ കമ്മിറ്റി മുൻപാകെ അവതരിപ്പിക്കാൻ അവസരം നൽകുകയും വേണം. ജീവനക്കാരനെതിരെ അച്ചടക്ക നടപടി ശുപാർശ ചെയ്യപ്പെട്ട് 3 മാസത്തിനകം കമ്മിറ്റി യോഗം ചേരുകയും കമ്മിറ്റിയുടെ നിർദ്ദേശം മന്ത്രാലയം മുൻപാകെ സമർപ്പിക്കുകയും വേണം. അതിനുശേഷമാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാവുക. തൊഴിലാളിയെ പിരിച്ചുവിടണമെങ്കിൽ 4 അംഗ കമ്മിറ്റിയിലെ മുഴുവൻ ആളുകളും ഇക്കാര്യത്തിൽ ഏകകണ്ഠമായ തീരുമാനം കൈക്കൊണ്ടിരിക്കണമെന്നും പുതിയ ഉത്തരവിൽ നിർദ്ദേശമുണ്ട്. കമ്മിറ്റിയിലെ ആരെങ്കിലും ഒരാൾ ജീവനക്കാരനെതിരായ പിരിച്ചുവിടൽ നടപടിയിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയാൽ ആ ജീവനക്കാരനെ പിരിച്ചുവിടാനാവില്ല എന്നും പുതിയ ഉത്തരവിൽ പറയുന്നു. കമ്മിറ്റിയുടെ നടപടിക്കെതിരെ അപ്പീൽ സമർപ്പിക്കാൻ ജീവനക്കാരന് അവകാശമുണ്ടായിരിക്കുമെന്നതാണ് ഉത്തരവിലെ മറ്റൊരു വ്യവസ്ഥ. ഇതുമായി ബന്ധപ്പെട്ട പുതിയ നിയമത്തിന് 2021 സെപ്റ്റംബറിൽ മന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നു. ഇതിനോടനുബന്ധിച്ചാണ് പുതിയ എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ പുറത്തിറക്കിയിരിക്കുന്നത്. ഇവയ്ക്ക് മനുഷ്യവിഭവ സാമൂഹ്യ വികസന മന്ത്രി അഹമ്മദ് അൽ റാജിഹി അംഗീകാരം നൽകി കഴിഞ്ഞതായും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അച്ചടക്ക ലംഘനത്തിന്റെ പേരിൽ ഒരു ജീവനക്കാരനെതിരെ ശിക്ഷാ നടപടി സ്വീകരിക്കുന്നതിന് മുൻപ് കൈക്കൊള്ളേണ്ട നടപടിക്രമങ്ങളെക്കുറിച്ച് വ്യക്തമാക്കുന്നതാണ് മന്ത്രിസഭ അംഗീകരിച്ച തൊഴിൽ അച്ചടക്ക നിയമം. സൗദി അറേബ്യയിലെ സ്വകാര്യ മേഖലയിൽ വൻ മാറ്റങ്ങൾക്ക് വഴിവെച്ചുകൊണ്ട് പുതിയ തൊഴിൽ നിയമ പരിഷ്കാരങ്ങൾ കഴിഞ്ഞ വർഷം നടപ്പിലാക്കിയിരുന്നു. പ്രവാസികൾക്ക് സ്പോൺസറുടെ അനുവാദമില്ലാതെ നിബന്ധനകൾക്ക് വിധേയമായി നിലവിലെ ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്കുള്ള മാറ്റം സാധ്യമാവുന്നതുൾപ്പെടെയുള്ള പരിഷ്കാരങ്ങളാണ് ഇതോടെ നിലവിൽ വന്നത്. നാഷണൽ ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായുള്ള ലേബർ റിഫോം ഇനിഷ്യേറ്റീവ് എന്ന പേരിൽ നടപ്പിലാക്കുന്ന തൊഴിൽ പരിഷ്കാരങ്ങൾ രാജ്യത്തെ ലക്ഷക്കണക്കിന് വരുന്ന പ്രവാസികൾക്ക് വലിയ അനുഗ്രഹമാണ്. രാജ്യത്ത് 70 വർഷത്തിലേറെയായി നിലനിന്നിരുന്ന സ്പോൺസർഷിപ്പ് സംവിധാനം ഇല്ലാതാക്കുന്നതും വലിയ മാറ്റമായിരുന്നു. രാജ്യത്തെ സ്വകാര്യ മേഖലയിൽ ഉൾപ്പെടെ തൊഴിലാളികളും സ്ഥാപനവും തമ്മിലുള്ള കരാർ 6 മാസത്തിനകം ഓൺലൈൻ വഴിയാക്കണമെന്ന് കഴിഞ്ഞ മാസം തൊഴിൽ വകുപ്പ് ഉത്തരവിട്ടിരുന്നു. അതേസമയം UAE, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും സൗദിയിലേക്ക് യാത്രാവിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന രീതിയിൽ സാമൂഹിക മാധ്യമങ്ങളുടെ വ്യാജ പ്രചരണം നടക്കുന്നതായും അധികൃതർ മുന്നറിയിപ്പ് നൽകി. ഇന്നലെ രാത്രി മുതലാണ് കഴിഞ്ഞ വർഷം സൗദി ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ പോസ്റ്റർ പുറത്തുവിട്ടുകൊണ്ട് വ്യാജ പ്രചരണം നടക്കുന്നത്. സൗദിയിലേക്ക് 20 രാജ്യങ്ങളിൽ നിന്ന് താൽക്കാലിക ന്യായാവിലക്ക് ഏർപ്പെടുത്തിയെന്ന തലക്കെട്ടിലാണ് വ്യാജ വാർത്ത പ്രചരിക്കുന്നത്. നിലവിൽ അത്തരത്തിലുള്ള ഒരു തീരുമാനവും സൗദി സ്വീകരിച്ചിട്ടില്ല. വ്യാജ പ്രചരണങ്ങൾ വീഴരുതെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.